ഹലോ, ഞാനല്ലെങ്കിൽ ഏട്ടൻ വീട്ടിലുള്ള ദിവസം രാവിലെ തന്നെ കുഞ്ഞിപ്പെണ്ണ് എണീക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു ഫുൾ ഡേ ഷെഡ്യൂൾ ചെയ്യും കുഞ്ഞിപ്പെണ്ണ്. നമുക്കിന്ന് അത് ചെയ്യണം അമ്മ, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം വലുതാവുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞത് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പല കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇപ്പം മോൾക്ക് 3 വയസ്സും 1 മാസവും തികഞ്ഞു. അപ്പോൾ ഇത് ഞാൻ രാവിലെ എണീറ്റ് തന്നെ പണി മുടിയൊക്കെ ചെയ്യുന്ന ഒതുക്കാണ്. ഒരു ലോഡ് മുടി ആ ഒതുക്കുമ്പോൾ തന്നെ താഴേക്ക് അങ്ങനെ വീഴുന്നുണ്ട്. എത്ര നമ്മൾ എന്താ പറയുക ഹെയറിനെ കെയർ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഞാൻ ഒന്നാമത് മുടി വെട്ടാനുള്ള കാരണം തന്നെ ഈ ഒരു ഹെയർ ലോസും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും കാര്യമൊന്നുമില്ല, അതിനും കൂടുതലിപ്പം കൊഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. എനിവേസ് അതൊക്കെ അവിടെ ഒതുക്കി കെട്ടിയിട്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണ് പല്ലൊക്കെ തേപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ ഇതേ നമ്മളെ പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ്. അതിന് ശേഷം മോളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നേരെ ജിമ്മിലേക്ക് പോവാണ്. ഈ ടീഷർട്ട് ഏട്ടൻ്റെ ടീഷർട്ടാണ് കേട്ടോ. എനിക്ക് പലരും ഇങ്ങനെ കാണലുണ്ട്, ഞാൻ ഹസ്ബൻഡിൻ്റെ ടീഷർട്ട് ഇട്ടിട്ടുള്ള വീഡിയോസും പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നതൊക്കെ. പക്ഷേ എനിക്ക് ഏട്ടനും ഞാനും തമ്മിൽ ഭയങ്കര സൈസ് വ്യത്യാസമുള്ളതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ടീഷർട്ട് ഇട്ട് പുറത്ത് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഇത് ഏട്ടന് ടൈറ്റാന്ന് പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് അത് എടുത്തിടാൻ പറ്റി. പക്ഷെ നല്ല നീളം കൂടുതലുണ്ട്, പക്ഷെ വണ്ണം വൈസ് ഓക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അതിന് ശേഷം ഇതേ റൂമിലേക്ക് വന്നു. അപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണ് അമ്മ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു സംഭവം എടുത്തു കൊടുത്തു. ഇത് നമ്മൾ കുറച്ച് നാളായി കൊടുത്തു തുടങ്ങിയിട്ട്. ഇവള് അധികം ബിസ്ക്കറ്റിനോടൊന്നും അങ്ങനെ വലിയ പ്രേമിയല്ല, സാധാരണ ഒക്കെ മധുരത്തിനോടേ വലിയ കാര്യമില്ല. അപ്പോൾ ഇത് റാഗീൻ്റെ ഒരു ഐറ്റമാണ്. അപ്പോൾ അത് എത്രത്തോളം നല്ലതൊന്നും എനിക്കറിയില്ല, എന്നാലും എന്തേലും ഒക്കെ കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി വെച്ചതാണ് ഇങ്ങനെ വിശക്കുമ്പോൾ ഒക്കെ. അങ്ങനെ അതൊക്കെ കൊടുത്തു. പിന്നെ നമ്മളൊരു ഉറക്കം പാസ്സാക്കി ഞാനും മോളും. വൈകുന്നേരം ആയപ്പോൾ ഇത് ചായക്കടിയൊക്കെ കൊണ്ട് ഏട്ടൻ വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണേതായ കളിയിലാണ്. പിന്നെ ഏട്ടൻ വന്നതിന് ശേഷമുള്ള കലാപരിപാടികളൊക്കെയാണ് ഇത്. ഏട്ടൻ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ കിടന്നുറങ്ങും. വന്നപ്പാട് ഭയങ്കര ക്ഷീണമായിരിക്കും ഇപ്പം, കാരണം ഇപ്പോൾ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടും ചൂടായി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ശരിക്കും ടയർഡാവും. പിന്നെ ഏട്ടൻ്റെ വക എൻ്റെ കാല് തടവൂ കൈ തടവൂ എന്നൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ ഞാൻ കാലങ്ങ് തടവി കൊടുക്കും, കുഞ്ഞിപ്പെണ്ണും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാനെന്ത് ചെയ്യുന്നോ അതെന്നെ മോക്കും ചെയ്യണം. അങ്ങനെ ഇത് നമ്മളെ കുഞ്ഞിപ്പെണ്ണ് കൂടെ ഏട്ടൻ്റെ കാല് തടവി കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഏട്ടൻ നല്ല സുഖമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുഞ്ഞിപ്പെണ്ണ് ഒന്ന് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ടിവിറ്റി ബുക്ക് കൊടുത്തു. ഓരോ ലെറ്റേഴ്സായിട്ടും ഓരോ നമ്പേഴ്സൊക്കെ ആയിട്ടും ഇങ്ങനെ എഴുതിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ കുഞ്ഞിനൊന്ന് സമയം പോകാൻ ഇങ്ങനെ എഴുതി കളിക്കാൻ അങ്ങനെ എന്നുള്ള രീതിയിൽ അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലായിരുന്നു പിന്നെ കളി. പിന്നെ ഞാൻ ഈ കബോർഡ് കാണിച്ചത്, നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടോ, എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് അടക്കാണ്ട് പോകുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. എന്ത് തുറന്നു കഴിഞ്ഞാലും എന്തെടുത്തു കഴിഞ്ഞാലും അതൊന്നും അടക്കാണ്ട് അങ്ങോട്ടേക്ക് പോകും. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഇന്നത്തെ എന്നല്ല, മിക്ക ദിവസവും ഇതാണ് എൻ്റെ ഡിന്നർ. ചെറുതായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു